നമസ്കാരം. എൻ്റെ പേര് സ്മിത തോമസ്, കൺസൾട്ടൻറ്റ് ഓപ്റ്റോമെട്രിസ്റ്റ്, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്രസ്ബയോപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മസിൽസ് പ്രായമാകുമ്പോൾ ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു നോർമലായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതൊരു രോഗമോ അങ്ങനെയൊന്നുമല്ല. അതായത് മിക്കവർക്കും ഒരു 40 അല്ലെങ്കിൽ 45 വയസ്സാകുമ്പോൾ അടുത്തുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ദൂരത്ത് പിടിച്ചു നോക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന മൂലം നമ്മുടെ കണ്ണ് സ്ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓവർ പവറിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് മിക്കവർക്കും രാത്രിയിൽ സന്ധ്യാസമയത്ത് പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കണ്ണിൻ്റെ ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഓപ്റ്റോമെട്രിസ്റ്റിനോ ഒപ്റ്റിക്കൽസിൽ പോയി നിങ്ങൾ നേത്രപരിശോധന നടത്തേണ്ടതാണ്. പിന്നെയുള്ള ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാവാം, പിന്നെ അടുത്തുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവാം. വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ക്ഷീണിക്കുന്ന പോലെ, അതായത് കുറച്ച് നേരം നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അടുത്ത വസ്തുക്കളിൽ ഇപ്പോൾ ചിലർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് ഒരു ക്ഷീണം പോലെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചക്കുറവ് മൂലമാണ്. അടുത്തുള്ള വസ്തുക്കൾ കാണാനുള്ള കാഴ്ചക്കുറവ് മൂലമാണ്. ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സസ് കണ്ണട വെക്കുക എന്നതാണ്. നമ്മൾ 40 വയസ്സുള്ളവർക്കും ഓരോ ഏജിനനുസരിച്ച് വ്യത്യസ്ത പവറാണ് കൊടുക്കുന്നത്. ഇപ്പം 40 വയസ്സിനുള്ളവർക്ക് കൊടുക്കുന്ന പവർ ആയിരിക്കില്ല ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇപ്പോൾ മിക്കവരിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ക്ലിനിക്കിൽ വരുന്നവർ ഹസ്ബൻഡിൻ്റെ കണ്ണടയാണ് ഞങ്ങൾ വെക്കുന്നത് അല്ലെങ്കിൽ വൈഫിൻ്റെ കണ്ണട ഞങ്ങൾ വെക്കാറുണ്ട്. അതൊരിക്കലും ചെയ്തില്ല. കാരണം ഓരോരുത്തരുടെയും ഏജ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏജിനനുസരിച്ചാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ കണ്ണട ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിന് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമാണ് നമ്മളെപ്പോഴും കണ്ണിന് ആവശ്യമുള്ള പവറാണ് നമ്മൾ ധരിക്കേണ്ടത്. അല്ലാതെ ഓവർ പവർ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് കണ്ണിന് സ്ട്രെയിൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ടൈപ്പ് ലെൻസസ് വരുന്നുണ്ട്. അടിയിൽ വട്ടമുള്ള അതിന് നമ്മൾ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയും. പ്രസ്ബയോപ്പിക്ക് കൊടുക്കുന്നതാണ്. പിന്നെ പ്രോഗ്രസീവ് ലെൻസ് വരുന്നുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയാം. 2 ലെൻസിനും ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രോഗ്രസീവ് ലെൻസ് അല്ല അവർ ഉപയോഗിച്ചതെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും നാൾ അവർ ബൈഫോക്കൽ ലെൻസ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് നമ്മളൊരു ദിവസം അത് പ്രോഗ്രസീവിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആദ്യം തുടക്കക്കാർക്ക് അറിയുക നമുക്ക് ഈ ബൈഫോക്കൽ ലെൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കുഴിവിലേക്ക് ചാടുന്ന പോലെ ഉണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു താഴ്ഭാഗത്തേക്ക് നമ്മളിപ്പോൾ താഴ്പ്രദേശത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു വീഴുന്ന പോലെ ഉണ്ടാവും. അടിയിൽ ആ ചെറിയ വട്ടം ഉള്ളതുകൊണ്ട് നമ്മൾ ആ വട്ടത്തിൽ കൂടെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ വീഴുന്ന പോലെ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നടക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. മറ്റേ പ്രോഗ്രസീവ് ലെൻസിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു കട്ടിങ് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ കട്ടിങ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതാണ് നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമുണ്ടാവുക. തുടക്കക്കാരിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ലെൻസാണ്. അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം ഉപകാരപ്പെടുക. പക്ഷെ ഒരു പ്രായമായവർ ഇപ്പോൾ അവർക്ക് ഒരു ഇപ്പോൾ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 50-60 വയസ്സൊക്കെ ഉള്ളവർ പറയും ഞങ്ങൾക്ക് പ്രോഗ്രസീവ് ലെൻസ് തന്നൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര നാളും വെച്ചുകൊണ്ടിരുന്നത് ബൈഫോക്കലായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഈ പ്രോഗ്രസീവ് കൊടുക്കുമ്പോൾ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് കൊടുക്കാൻ നിർവാഹമില്ലാതെ വരുന്നത്. പിന്നെ ഉള്ള നമുക്ക് ഇപ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് നമുക്ക് പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സർജറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ. പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് ഇതൊരു എന്താ പറയേണ്ടത് ഒരു രോഗമോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥയാണ്. നമ്മൾ വായിക്കുന്നത് പിന്നെയുള്ള ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും പറയാറുണ്ട് ഞങ്ങൾ വായിക്കുന്ന സമയത്ത് മാത്രം കണ്ണട വെക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് മാത്രം കണ്ണട വെക്കുന്നുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല. ചിലരോട് നമ്മൾ പറയും നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ണട വെക്കണം എന്ന്. അങ്ങനെയുള്ളവർ എന്തായാലും കണ്ണട വെക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരത്തേക്ക് ചിലർക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാവും. അങ്ങനെയുള്ളവർ നമ്മൾ പറയും എന്തായാലും നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ണട വെക്കണം എന്ന് പറയും. അങ്ങനെയുള്ളവർ ആ സ്ഥിരമായിട്ട് തന്നെ കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പവർ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത്
ഓവർ പവർ, അതായത് നിങ്ങൾക്ക് വായിക്കാനുള്ള പവറിനേക്കാളും അല്ലെങ്കിൽ ദൂരത്തേക്കുള്ള കാഴ്ചയിലേക്കാളും ഓവർ പവർ നിങ്ങളുടെ കണ്ണ് സ്ട്രെയിൻ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കണ്ണട വെക്കണം, സ്ഥിരമായിട്ട് തന്നെ വെക്കണമെന്ന് ചിലരോട് നമ്മൾ പറയും വായിക്കുന്ന സമയത്ത് മാത്രം കണ്ണട വെച്ചാൽ മതിയെന്ന്. എങ്ങനെയാണ് നിങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ ഒപ്റ്റോമെട്രിസ്റ്റ് പറയുന്നത് അതനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ സ്ഥിരമായിട്ട് വെക്കണോ അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് മാത്രം വെച്ചാൽ മതിയോ എന്ന് എപ്പോഴും ചോദിക്കേണ്ടതാണ്. ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്